ചോളൻ എക്സ്പ്രസിൻ്റെ രണ്ടാം പാർട്ട് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടുന്ന് കടലൂർ പോർട്ടിൽ നിന്ന് ചെന്നൈ എഗ്മോർ വരെ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ കടലൂർ പോർട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റ് മാത്രമേ നമ്മുടെ വണ്ടിക്ക് ഹോൾട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ഒരു D2 കോച്ചിൽ നിന്ന് ഇറങ്ങി ഓടി S3 സ്ലീപ്പറിൽ കയറിയിട്ട് ബാക്കി കാര്യം പറയാം കേട്ടോ. നമ്മൾ പെൻറൂട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇവിടെ എത്തുമ്പോൾ ഡിലേ ഒന്നുമില്ല കേട്ടോ, 0 ഡിലേയാണ്. ചെറിയൊരു സ്റ്റേഷനാണ്. ഈ ഒരു പെൻറൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് വില്ലപുരത്താണ്. വില്ലപുരമല്ല, വിഴുപുരം എന്നാണ് ഇവർ പറയുന്നതെന്ന് തോന്നുന്നു. വില്ലപുരം എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞാക്കിയ പേരാന്ന് തോന്നുന്നത്. വിഴുപുരം അങ്ങനെയായിരിക്കും ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ വരുന്നത്. നമ്മളങ്ങനെ കടലൂർ പോർട്ട് വഴി വന്ന് ഈ ലൈൻ കണ്ടോ നിങ്ങൾ? ഇത് നമ്മുടെ ട്രിച്ചിയിൽ നിന്ന് വൃദ്ധാചലം വഴി വരുന്ന മെയിൻ ലൈനാണ്, ചെന്നൈയിലേക്ക് പോകുന്നത്. ആ ഒരു ലൈനിലേക്ക് കയറാണ്. സിംഗിൾ ലൈനിലൂടെ വന്ന് ഡബിൾ ലൈനിലേക്ക് ഇപ്പം കയറാൻ പോവാണ് നമ്മൾ. നമ്മുടെ ഈ വണ്ടിയിൽ കുറേ ആൾക്കാർ ഈ ചക്കച്ചോളയും പേരക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മൊത്തം കച്ചറയാണ്. ഞാനാണെങ്കിൽ കടലൂർ പോർട്ട് എത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ കടലൂർ പോർട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സ്ഥലമില്ലേ, ഇവിടെയൊക്കെ ഉണ്ട് ആൾക്കാർ ഇരിക്കുന്നത്. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട്, ഇനി ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് തന്നെ തമ്പുരാനറിയാം. മൊത്തം കച്ചറ. മടുത്തു പോയി സത്യം പറഞ്ഞാൽ കേട്ടോ. ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കേണ്ട കാര്യമല്ല, വേറെ ആൾ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? എന്ത് ചെയ്യാനാണ്. നമ്മുടെ കൈകൊട്ടി ടീംസ് വന്നിട്ടുണ്ടേ. ഒരാൾ ചൂടാകുന്നുണ്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ ആൾക്കാരല്ല നമ്മുടെ ഇങ്ങനെ വെറുപ്പിക്കും ഇവന്മാർ വന്നിട്ട്. ഒരൊറ്റ ഒരെണ്ണം കൊടുക്കാൻ ആളില്ല. എന്താ എന്ത് ചെയ്യാനാ? ഇത് കണ്ടോ, ഓരോരോ ആൾക്കാരുടെ അടുത്തും പോയിട്ട് അവരെ പേടിപ്പിക്കുന്നു പൈസ കൊടുക്കാൻ. ഇവരെന്താ നമുക്ക് പലിശക്ക് വന്നിട്ടുണ്ടോ പൈസ കൊടുക്കാനായിട്ട്? നമ്മളങ്ങനെ വിഴുപുരം സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പൂക്കൾ കണ്ടോ, സൈഡിലൊക്കെ കുറേ പൂക്കളുണ്ട്. ഈ ലൈൻ നമ്മുടെ വിഴുപുരത്തുനിന്ന് പുതുച്ചേരി പോണ്ടിച്ചേരിയിലേക്ക് പോകുന്ന ലൈനാണ്. ഇവിടെ വിഴുപുരത്തുനിന്ന് അടുത്താണ് ഈ ഒരു പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. அதான் ட்ரெயினில் போயிட்டு இருந்தான். அப்புறம் நான் நினச்சேன் சரி நீங்கள் சாப்பிட்டு இது நீங்கள் கொண்டகிலேருந்து வந்துட்டு இருக்கீங்களா என்னன்னு தெரியல, நீங்கள் சரி கொஞ்சம் லேட்டாக இருக்கும் அப்படின்னு நினச்சிட்டு இருந்தேன். നമ്മളങ്ങനെ ഫൈനലി വിഴുപുരം സ്റ്റേഷനിലെത്തി. 2 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. 3:25 എത്തേണ്ടത് 3:27 അത്രേ ഉള്ളൂ. ഞാൻ ഈ ഒരു ചോളൻ എക്സ്പ്രസ്സിനെ 2 പാർട്ടാക്കാനുള്ള കാരണം
ആദ്യം ട്രിച്ചിയിൽ നിന്ന് കടലൂർ വന്നിട്ട് കടലൂരിൽ നിന്ന് നേരെ മൈസൂരിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. ഞാനിത് ആദ്യത്തെ പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയാം അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കടലൂർ എത്തിയിട്ട് മൈസൂർ എക്സ്പ്രസ്സിന് കയറിയിട്ട് നേരെ മൈസൂരേക്ക് പോകാനായിരുന്നു പ്ലാൻ. ടിക്കറ്റ് ഞാൻ ആദ്യം ഈ ഒരു ചോളൻ എക്സ്പ്രസ്സിനാണ് എടുത്തത്. മൈസൂർ എക്സ്പ്രസ്സിന് എന്തായാലും കൺഫേംഡ് ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇതിന് ടിക്കറ്റ് എടുത്തിട്ട് മറ്റേതെന്ന് നോക്കുന്ന സമയത്ത് ഫുൾ RAC ആയി. RAC പിന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, അത് കൺഫേം ആകുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. RAC 58 60 അങ്ങനെ എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും കൺഫേം ആകും തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് നേരെ ചെന്നൈ വഴിയുള്ള യാത്ര പ്ലാൻ ചെയ്തു. ഇനി ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് മൈസൂരിൽ നിന്ന് മംഗലാപുരത്ത് നിന്നിട്ട് പയ്യന്നൂർ, അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ചോളൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ട്രിച്ചിയിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് എടുത്തിട്ട് ചെന്നൈ എഗ്മോറിൽ വൈകുന്നേരം 6:15 ആകുന്ന സമയത്തെത്തും. ഏകദേശം 7.25 മണിക്കൂറാണ് ഈ വണ്ടി ട്രിച്ചിയിൽ നിന്ന് ചെന്നൈ വരെ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഏകദേശം 402 കിലോമീറ്ററാണ് ഈ ഒരു ചോളൻ സൂപ്പർ ഫാസ്റ്റ് സഞ്ചരിക്കുന്നത്. നമ്മളീ പോകുന്ന ചോളൻ എക്സ്പ്രസ്സിന് വേറെ 2 വണ്ടികളായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. അത് ആദ്യത്തെ പാർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലും കൂടി പറയുന്നത്. നമ്മുടെ പാണ്ഡ്യൻ എക്സ്പ്രസ് പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട്. മധുരയിൽ നിന്ന് ചെന്നൈ എഗ്മോർ വരെ പോകുന്ന ഒരു ഓവർനൈറ്റ് വണ്ടിയാണ് ഈ ഒരു പാണ്ഡ്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ആ വണ്ടിയായിട്ടും പിന്നെ നമ്മുടെ റോക്ക്ഫോർട്ട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും, അതും നമ്മുടെ ട്രിച്ചിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ പോകുന്ന ഒരു ഓവർനൈറ്റ് വണ്ടിയാണ്. പാണ്ഡ്യൻ എക്സ്പ്രസ് മധുരയിൽ നിന്ന് ചെന്നൈ എഗ്മോർ പോകുന്നതാണെങ്കിൽ നമ്മുടെ റോക്ക്ഫോർട്ട് ട്രിച്ചിയിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്നതാണ്. ഈ 2 വണ്ടിയും ഈ നമ്മുടെ പാണ്ഡ്യനും റോക്ക്ഫോർട്ടും ഓവർനൈറ്റ് വണ്ടിയാണ് ചെന്നൈയിലേക്കുള്ള. ഈ ഒരു 2 വണ്ടികളായിട്ടാണ് നമ്മുടെ ചോളൻ എക്സ്പ്രസ്സിന് റൈഡ് ഷെയറിംഗ് ഉള്ളത്. ഈ ഒരു 3 വണ്ടികളും സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന ട്രെയിനുകളാണ് കേട്ടോ. വിഴുപുരത്ത് നിന്ന് അങ്ങനെ 7 മിനിറ്റ് ഡിലേ അടിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തു കേട്ടോ. 3:37 വണ്ടി എടുത്തത്. മൊത്തം ഇങ്ങനെ പാടങ്ങളാണ്, നെൽകൃഷി ചെയ്യുന്ന പാടങ്ങൾ. അത് മാത്രമേ കാണാനുള്ളൂ, വേറെ കൃഷിയൊന്നും കാണുന്നില്ല. ഈ പച്ചക്കറികളൊന്നും നമ്മളങ്ങനെ ചെങ്ങൽപ്പേട്ട് ജംഗ്ഷനിലെത്തി. അപ്പുറം കിടക്കുന്നത് നമ്മുടെ ചെന്നൈ എഗ്മോറിൽ നിന്ന് തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന ചെന്തൂർ സൂപ്പർ ഫാസ്റ്റാണ്. ചെങ്ങൽപ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡ് നല്ല അടിപൊളി വ്യൂ ആണ്.
നമ്മളങ്ങനെ താമ്പരം എത്തി. 5:23 എത്തേണ്ടത് 5:26 ഒരു 3 മിനിറ്റിൻ്റെ ഡിലേ മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് കിടക്കുന്ന വണ്ടി ചാർമിനാർ എക്സ്പ്രസ് ആണ്. താമ്പരത്തുനിന്ന് ഹൈദരാബാദ് പോകുന്ന വണ്ടിയാണ് അത്. നമ്മുടെ താമ്പരം ഹൈദരാബാദ് ചാർമിനാർ എക്സ്പ്രസ് ഇവിടുന്ന് എടുത്തു കേട്ടോ. താമ്പരത്തുനിന്ന് അത് 5:30 ഇവിടുന്ന് പുറപ്പെടുന്നത്. കറക്റ്റ് ടൈമിൽ അത് എടുത്തു. താമ്പരത്തുനിന്ന് നമ്മൾ ഡിപ്പാട്ടായിട്ടോ. താമ്പരത്തേക്ക് വരുന്ന നമ്മുടെ നാട്ടിൽ നിന്നുള്ള വണ്ടി മറ്റേ 161, 59, 161, 60 നമ്പർ താമ്പരം എക്സ്പ്രസ് ഇല്ലേ, അതൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ ചെന്നൈ എഗ്മോർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അങ്ങ് അവിടെ ഉണ്ട്. നമ്മൾ കടലൂർ പോർട്ടിൽ നിന്ന് ചെന്നൈ എഗ്മോർ വരെ വന്നത് സ്ലീപ്പറിനാണ്. ചോളൻ എക്സ്പ്രസിൻ്റെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ നിർമ്മിച്ച തന്നെയാണ്. 2022 നിർമ്മിച്ച കോച്ചായത്. അപ്പോൾ ഈ ഒരു ചോളൻ സൂപ്പർ ഫാസ്റ്റിനെ നമ്മൾ കയറി ചെന്നൈ എഗ്മോറിലെത്തിയിരിക്കുകയാണ്. 2 പാർട്ട് വീഡിയോ ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത് കേട്ടോ. അതിൻ്റെ റീസണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു രണ്ടാമത്തെ പാർട്ട് ചിലപ്പം കുറച്ച് ലെങ്ത്ത് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല, 2 പാർട്ടായിട്ട് തന്നെ ഇടാം. അപ്ലോഡ് ചെയ്യാനും എനിക്ക് എളുപ്പം അതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് MGR ചെന്നൈ സെൻട്രൽ KSR ബംഗളൂരു ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ഉണ്ട്. അതിന് കയറിയിട്ട് KSR ബംഗളൂരു പോവാണ്. എന്നിട്ട് അവിടുന്ന് മൈസൂർ പോവും. മൈസൂരിൽ നിന്ന് പിന്നെ മംഗലാപുരം നിന്ന് പിന്നെ പയ്യന്നൂർ. 2-3 വണ്ടികൾ കൂടി ഉണ്ട്. അപ്പോൾ ഡബിൾ ഡെക്കർ എക്സ്പ്രസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.